أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رحمة للعالمين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. حصنت نفسي بالحي القيوم الذي لا يموت أبدا، ودفعت عني السوء بألف ألف لا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. മോമിനീങ്ങളെ, നമ്മളെല്ലാ നിക്കാഹിന്റെ സദസ്സിൽ ചെന്നാലും ഇമാമ്, ഖത്തീബ്, മുഅദ്ദിന് ഖുതുബ ഓതുമ്പോൾ ഒരു ഹദീസ് പറയും. മനിസ്തതാഅ മിൻകുമുൽ ബാഅത ഫൽയതസവ്വജ് ഫമൻ ലം യസ്തതി ഫഅലൈഹി ബിസ്സൗം ഫഇന്നഹു ലഹു വിജാഅ്. വേറൊരു ഹദീസ് പറയും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തസവ്വജ ബിംറാത്തിൻ ഫഖദ് അഹ്റസ സുലുസൈ ദീനിഹി ഫൽയത്തഖില്ലാഹ ഫി സുലുസിൽ ബാഖി. ഒരു ആയത്ത് പറയും. ഏതായത്ത്? നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും വിവാഹത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ അവൻ വിവാഹം ചെയ്യട്ടെ. ഫഅൻകിഹുൽ അയാമ മിൻകും വസ്സാലിഹീന മിൻ ഇബാദിക്കും വഇമാഇക്കും ഇൻ യകൂനൂ ഫുഖറാഅ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലിഹി വല്ലാഹു വസിഉൻ അലീം. സ്വർഗ്ഗത്തിന്ന് ആദം വല്ലിപ്പയും ഹവ്വാ ബീവിയും കൂടി തുടങ്ങി വെച്ച ഒരു ഇബാദത്താണ് നിക്കാഹ്. ആദ്യത്തെ നിക്കാഹ് സ്വർഗത്തിലാണ് നടന്നത്. ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയുമായിരുന്നു ആദ്യത്തെ ഭർത്താവും ആദ്യത്തെ ഭാര്യയും. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് തുടങ്ങി. ഇനി അവസാനത്തെ നിക്കാഹും സ്വർഗത്തിലാണ് നടക്കാറുള്ളത്. എല്ലാവരും സ്വർഗത്തിലെത്തിയതിന് ശേഷം സ്വർഗത്തിൽ വളരെ പ്രധാനപ്പെട്ട കുറെ കല്യാണങ്ങളുണ്ട്. തങ്ങളും ആയിഷ ബീവിയും തമ്മിലുള്ള നിക്കാഹുണ്ട് സ്വർഗത്തില്. യൂസുഫ് നബി അലൈഹിസ്സലാമും സുലൈഖ ബീവി റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള നിക്കാഹുണ്ട്. ഇങ്ങനെ പ്രസിദ്ധമായ കുറെ കല്യാണങ്ങൾ സ്വർഗത്തിൽ നടക്കാണ്ട്. അതിന്റെ ഇടയിൽ ഭൂമിയിൽ കുറെ വിവാഹങ്ങൾ, ചരിത്രത്തിൽ പ്രാധാന്യമുള്ള ഒരുപാട് നിക്കാഹുകൾ നടന്നുപോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാം ഷുഐബ് നബി അലൈഹിസ്സലാമിന്റെ മക്കളെ വിവാഹം ചെയ്തത് ചരിത്രത്തിൽ രേഖയുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സാറാ ബീവിയെയും ഹാജറ ബീവിയെയും വിവാഹം ചെയ്തത് ചരിത്രത്തിൽ രേഖയുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖ ബീവി റളിയല്ലാഹു അൻഹയെ രാജാധികാരത്തിന് ശേഷം വിവാഹം ചെയ്തതായി ചരിത്രത്തിൽ രേഖയുണ്ട്. ഇങ്ങനെ ഭൂമിയിൽ ഒരുപാട് പ്രധാനപ്പെട്ട വിവാഹങ്ങൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. പരിശുദ്ധമായ ശരീഅത്തിലെ, ഇസ്ലാമിക ശരീഅത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. ദീനിന്റെ 2/3 പൂർത്തിയാക്കുന്ന ഇബാദത്താണ് എന്ന് ഒരു ഹദീസിലുണ്ട്. ദീനിന്റെ പകുതി പൂർത്തിയാക്കുന്ന ഇബാദത്താണ് എന്ന് വേറൊരു ഹദീസിലുണ്ട്. ഇതിന്റെ ബാക്കി
ദീനിന്റെ പകുതി നിക്കാഹാണ്, അതിന്റെ ബാക്കി തഖ്വയാണെന്നാണ് ഹദീസിൽ പറഞ്ഞത്. മൻ തസവ്വജ ബിംറാത്തിൻ ഫഖദ് ഇസ്തക്മല നിസ്ഫദ്ദീൻ ഫൽയത്തഖില്ലാഹ ഫിന്നിസ്ഫിൽ ബാഖി. ഒരാള് ആർക്കെങ്കിലും നിക്കാഹ് ചെയ്യാൻ കഴിഞ്ഞാൽ അവൻ നിക്കാഹ് ചെയ്യട്ടെ, അവൻ ദീനിന്റെ പകുതിയെ പൂർത്തീകരിച്ചു, ബാക്കിയുള്ള പകുതിയിൽ അവൻ അള്ളാഹുവിന് തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കട്ടെ. അപ്പൊ പകുതി നിക്കാഹാണ്, അതിന്റെ ബാക്കിയുള്ള പകുതി തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കലുമാണ്. ദീനിന്റെ പകുതി കിട്ടും വിവാഹം ചെയ്താൽ എന്നർത്ഥം. ശരിക്ക് പകുതി തഖ്വയാണെങ്കിൽ ബാക്കി പകുതി ആകേണ്ടിയിരുന്നത് ഈമാനായിരുന്നു. ശ്രദ്ധിക്കാൻ കഴിയുന്നവർ ശ്രദ്ധിക്കാം. പകുതി തഖ്വയാണല്ലോ. നമ്മളെല്ലാ കല്യാണത്തിന്റെ സാഹസിൽ ചെന്നാലും ഈ ഹദീസ് കേൾക്കും. ഒരാള് കല്യാണം കഴിച്ചാൽ ദീനിന്റെ പകുതി പൂർത്തിയാക്കി ബാക്കി പകുതി അള്ളാഹ്ക്ക് തഖ്വ ചെയ്യട്ടെ. അപ്പൊ രണ്ടാമത്തെ പകുതി തഖ്വയാണെങ്കിൽ ആദ്യത്തെ പകുതി ആകേണ്ടിയിരുന്നത് ഈമാനായിരുന്നു. കാരണം ലില്ലദീന ആമനു വക്കാനു യത്തഖൂൻ എന്നാണ്. ഈമാനുള്ളവരോടാണ് മുത്തഖീങ്ങളാവാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ പകുതി ആവേണ്ടിയിരുന്നത് ഈമാനാണ്. ആ ഈമാനിന്റെ സ്ഥാനത്താണ് യഥാർത്ഥത്തിൽ നിക്കാഹിനെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, നിക്കാഹ് കൊണ്ട് ഈമാനിന്റെ വർധനവാണ് ഉണ്ടാവേണ്ടത്. ഉള്ള ഈമാൻ നഷ്ടപ്പെടലല്ല യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടിയിരുന്നത് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രായമായവർ ഈ സദസ്സിലുണ്ട്, യുവാക്കളുണ്ട്, ഉമ്മമാരുണ്ട്, യുവതികളുണ്ട്, കുട്ടികളുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ എല്ലാവരെയും കൂടിയും പരിഗണിച്ചുകൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങൾ പറയേണ്ടത്. ഇന്നിപ്പോ പത്ര മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വലിയൊരു വിഷയമാണ് ചാടിപ്പോക്ക്. ഒരു ദിവസം നേരം വെളുക്കുമ്പോത്തിന് ആരും ആരെ കൂടെയും ചാടിപ്പോകൊന്നുമില്ല. 5 ഘട്ടങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ചാടിപ്പോക്ക് നടക്കുന്നത്. എല്ലാ രക്ഷിതാക്കളും മനസ്സിലാക്കണം, എല്ലാ കുട്ടികളും മനസ്സിലാക്കണം ഈ കാര്യം. 5 ഘട്ടങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ചാടിപ്പോക്ക്. 3 തരത്തിൽ ലോകത്ത് കല്യാണം നടക്കുന്നുണ്ട്, നിക്കാഹ് നടക്കുന്നുണ്ട്. 3 തരത്തില് നിക്കാഹ് നോക്കേണ്ട എല്ലാ കല്യാണങ്ങളും 3 തരത്തിലാണുള്ളത്. ഒന്ന് സാധാരണ നോർമൽ കല്യാണം, മാരേജ് എന്ന് പറയും കല്യാണം. രണ്ടാമത്തൊരു കല്യാണമുണ്ട് അറേഞ്ച്ഡ് ലവ് മാരേജ് എന്ന് പറയുന്ന, പ്രണയത്തിനു ശേഷം പിന്നെ വാപ്പിയമ്മയൊക്കെ അറിഞ്ഞ് ഇന്നഞ്ഞ് കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവുന്ന കല്യാണം. ഇതിനെയാണ് അറേഞ്ച്ഡ് ലവ് മാരേജ് എന്ന് പറയുന്നത്. മൂന്നാമത്തൊരു കല്യാണമുണ്ട്, അത് ലവ് മാരേജ് എന്ന് പറഞ്ഞതാണ്. പ്രണയിച്ചു, ആരും സമ്മതിച്ചില്ല, അവസാനം രജിസ്റ്റർ വിവാഹം നടന്നു, ഓര് പോയി സ്പീഡിൽ വരുന്ന ട്രെയിനിന്റെ ഇടയ്ക്ക് ചാടിയിട്ട് തലവെച്ച് അവസാനിച്ചു. അതാണ് ലവ് മാരേജ് പറയുന്നത്. ഇങ്ങനെ ലോകത്ത് 3 കല്യാണം. ഏത് കുട്ടിനോട് ചോദിച്ചാലും മോനെ ഇതിൽ ഏറ്റവും നല്ല കല്യാണം ഏതാന്ന് ചോദിച്ചാലും മാരേജ് ആണ് എന്ന് പറയും. വാപ്പിയമ്മയൊക്കെ പോയി നോക്കിയിട്ട് ഓർക്ക് പറ്റി, പിന്നെ പുതിയാപ്പിള പോയി നോക്കി ഓനും പറ്റി, അങ്ങനെ അങ്ങോട്ടും കൊണ്ടൊക്കെ പറ്റി കണ്ട്, കുടുംബം പറ്റി, തറവാട് പറ്റി, പെര പറ്റി, സൗന്ദര്യം പറ്റി, ദീന് പറ്റി, അങ്ങനെയൊക്കെ പറ്റിയിട്ട് നടത്തുന്ന കല്യാണാണ് നല്ലത് എന്നാരും പറയും. അത് തർക്കമില്ലാത്ത വിഷയമാണ്. തർക്കമുള്ളത് എവിടെ വെച്ചാല് ട്രെയിനിന് തല വെക്കണ അത് ഏതായാലും വേണ്ടെന്നും എല്ലാവരും പറയും. ട്രെയിനിന് തല ഏതായാലും വെക്കണ്ട അതും എല്ലാവരും പറയും. നടുക്കൊരു സാധനം ഉണ്ട്, അതിമേണ് ഈ പ്രശ്നം നടക്കുന്നത്. അറേഞ്ച്ഡ് ലവ് മാരേജ് എന്ന് പറഞ്ഞ ഇമേണ് സംഗതി നടക്കുന്നത്. സ്കൂളിൽ പോകുമ്പോ, കോളേജിൽ പോകുമ്പോ, അല്ലെങ്കിൽ അവിടുന്ന് ഇവിടുന്നൊക്കെ കണ്ടു, ഇഷ്ടപ്പെട്ടു, രോഗിയായി, വാപ്പിയമ്മയൊക്കെ അറിഞ്ഞാല് ആദ്യമൊക്കെ എതിർത്താലും പിന്നെ അവസാനം മൂലം കെട്ടിച്ചു തന്നേക്കാം എന്ന നേരിയ ഒരു പ്രതീക്ഷ
അങ്ങനെ നിലനിർത്തിയിട്ട് ഇങ്ങനെ അതിൻ്റെ ഇടക്ക് പറ്റുന്ന ചില വർത്താനൊക്കെ വാപ്പിയമ്മയും പറയും. കുടുംബമൊക്കെ പറ്റുകയാണെങ്കിൽ നോക്കാറുണ്ടോ എന്ന് ഇടക്ക് പറയും. അപ്പൊ കുട്ടി എന്ത് മനസ്സിലാക്കി? കുടുംബം പറ്റാത്തതാണ് പ്രശ്നം, അല്ലാത്ത കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലാക്കും. അങ്ങനെ തന്നെ ഇടക്കിടക്ക് ഓരോ വർത്താനങ്ങളൊക്കെ പറയും. അത് ഞമ്മക്ക് തീരെ യോജിക്കാത്തതുകൊണ്ടാണെന്ന് പറയും. തറവാടുകൊണ്ട് ഒരിക്കലും ഒക്കണില്ല, അല്ലെങ്കിൽ ദൂരെയാണ്, ഇങ്ങനത്തെ കാരണങ്ങളൊക്കെയാണ് പറയുക. അപ്പൊ കുട്ടി എന്താ മനസ്സിലാക്കുന്നത്? ദൂരമായി എന്നതേ പ്രശ്നമുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ വാപ്പക്കൊരു കുഴപ്പമില്ല, അല്ലെങ്കിൽ എൻ്റെ ഉമ്മക്കൊരു കുഴപ്പമില്ല എന്നാണ് അവരെത്തുന്നൊരു തീരുമാനം. സ്വാഭാവികമായിട്ടും പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കും. കാരണം ആദ്യമൊക്കെ കുറെ എതിർപ്പുണ്ടായാലും പിന്നെ നടന്നേക്കാം എന്ന് തോന്നും. അറേഞ്ച്ഡ് ലവ് മാരേജിന് എന്താ പ്രശ്നം? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അറേഞ്ച്ഡ് ലവ് മാരേജിന് വലിയൊരു പ്രശ്നമുണ്ട്. ഞാനൊരു ഉദാഹരണം പറയുന്നത്, ഒരാള് കുറേ ഭൂമിയൊക്കെ ഉണ്ടായിരുന്നു, അത് മുഴുവൻ വിറ്റ് പൈസ ആക്കിയിട്ട് അയാൾ പലിശ കൊടുത്തു. ഭയങ്കര ബിസിനസ്, പലിശയാണ് ഇടപാട്, അല്ലെങ്കിൽ ഹറാമായ എന്തെങ്കിലും ഇടപാട്. ഒരാൾ കള്ളുചാപ്പ് നടത്തിയിട്ട് കുറെ പൈസ ഉണ്ടാക്കി, സിനിമകൾ നടത്തിയിട്ട് കുറെ പൈസ ഉണ്ടാക്കി. കുറെ പൈസക്ക് ആയതിന് ശേഷം മൂപ്പർ തീരുമാനിച്ചു എല്ലാ കൊല്ലവും ഈ പൈസ കൊണ്ട് ഹജ്ജിനും ഉംറക്കൊക്കെ പോവുക, കുറെ ആൾക്ക് സ്വതക്കൊക്കെ കൊടുക്കുക. എന്താ നിങ്ങളുടെ അഭിപ്രായം? ആരും പറയും ഒരു കാര്യമില്ല അതുകൊണ്ട്, കാരണം ഓ മനുഷ്യന്മാരെ പറ്റിച്ചിട്ടും പലിശന്റെ പൈസയൊക്കെ കൂടിയാണ് എന്ന് പറയും. എന്താ വിഷയം? ഹറാമിൽ തുടങ്ങിയത് ഹൈറിൽ അവസാനിക്കില്ല എന്നതാണ് പ്രശ്നം. അറേഞ്ച്ഡ് ലവ് മാരേജിന്റെ പ്രശ്നം എന്താ? പാപ്പിമ്മയൊക്കെ സമ്മതിച്ചാലും തുടങ്ങിയത് ഹറാമിലല്ലേ. ആദ്യം ബസ് സ്റ്റോപ്പിൽ നിന്ന് കണ്ടത് ഹറാമല്ലേ, പിന്നെ ഫോൺ ചെയ്തത് ഹറാമല്ലേ, പിന്നെ ടൂർ പോയപ്പോ അടുത്ത് ഇരുന്നത് ഹറാമല്ലേ, കാണാൻ വേണ്ടി പിന്നെ പോയി നിന്നത് ഹറാമല്ലേ. 5-6 കൊല്ലായിട്ട് ഹറാമിലല്ലേ ഉള്ളത്. ഹറാമിൽ തുടങ്ങിയത് ഹൈറിൽ അവസാനിക്കൂല എന്നതാണ് അറേഞ്ച്ഡ് ലവ് മാരേജിന്റെ പ്രശ്നം. അതുകൊണ്ട് തന്നെ 99.5% പ്രണയ വിവാഹങ്ങളും പരാജയത്തിലാണ്. ഞാൻ പറഞ്ഞു, ഒരു ദിവസം നേരം വെക്കുമ്പോൾ ഇതിനൊരു കുട്ടി ചാടിപ്പോവില്ലാന്ന്. രക്ഷിതാക്കളും ഇത് ശ്രദ്ധിക്കണം, ചാടിപ്പോണോരും ഈ കാര്യം ശ്രദ്ധിക്കണം. ഒരാൾക്ക് ആദ്യമായിട്ട് മറ്റൊരു മനുഷ്യനിൽ ഉണ്ടാകുന്നത് മുആയനത്ത് എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. മുആയനത്ത് എന്ന് പറഞ്ഞാല് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ എന്നൊക്കെ പറയാവുന്ന ശാരീരികമായ ഒരു എന്തോ ഒരു അനുരാഗം. നമ്മളൊക്കെ കുട്ടികൾ സ്കൂളിൽ പോയിട്ട് വരുന്ന സമയത്ത് അവരുടെ സംസാരം നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. അവരുടെ സംസാരം ശ്രദ്ധിക്കണം. ഈ 1ാം ഘട്ടമായ മുആയനത്ത് എന്ന് പറയുന്ന ഫിസിക്കൽ അട്രാക്ഷൻ സംസാരങ്ങളിലുണ്ടാവും. ഒരു കുട്ടി വന്നിട്ട് പറയാണ്, എന്ത് ഒരാളെ പേര് പറഞ്ഞു, എന്തെങ്കിലും ഒരാളെ പേര്, ഏത് പേര് പറഞ്ഞാലും ഇപ്പോ പിന്നെ അങ്ങനത്തെ ഒരു പേരുള്ള ആളുണ്ടാവും. അപ്പൊ അവനെ പറ്റിച്ചാന്ന് വിചാരിക്കും. ഒരു ABCD, ഇപ്പൊ ചങ്ങായി ഒരാളെ പേരാ ABCD, നല്ല സംസാരാണ് എന്ന് പറഞ്ഞു. നമ്മളൊരു കുട്ടി 4ാം ക്ലാസ്സിലുള്ള അല്ലെങ്കിൽ 5ാം ക്ലാസ്സിലുള്ള 6ാം ക്ലാസ്സിലുള്ള കുട്ടി ഒരു ദിവസം സ്കൂളിൽ പോയി എന്നപ്പോ പറഞ്ഞു ABCD നല്ല കുട്ടിയാണ്, നല്ല സംസാരമാണെന്ന് പറയാം. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ABCDയുടെ സംസാരം നമ്മളെ കുട്ടിയെ ആകർഷിച്ചിട്ടുണ്ട് എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇതിനാണ് മുആയനത്ത് എന്ന് പറയുന്നത്. ആദ്യം അതാണ് ഉണ്ടാകുക. ഇത് 3 കാര്യങ്ങളിലുണ്ടാവും. ഒന്നുകിൽ സംസാരത്തിലുണ്ടാകും, അല്ലെങ്കിൽ സംസ്കാരം ആകർഷിക്കും, അല്ലെങ്കിൽ സ്വഭാവം ആകർഷിക്കും. 3 കാര്യമാണ് ആകർഷിക്കുക. നല്ല സ്വഭാവമുള്ളൊരു ABCD എന്നൊരു കുട്ടിയുണ്ട് എൻ്റെ ക്ലാസ്സിൽ എന്ന് നമ്മളെ കുട്ടി പറയുകയാണെങ്കിൽ, ആൺകുട്ടി ആവട്ടെ പെൺകുട്ടി ആവട്ടെ, നമ്മളെ കുട്ടി പറയുകയാണെങ്കിൽ 5ാം ഘട്ടത്തിലെ 1ാം ഘട്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം? കുട്ടികൾ പറയുന്നത് കേൾക്കാൻ മാതാപിതാക്കൾക്ക് സമയം ഉണ്ടാവണം. നമ്മളെ സംബന്ധിച്ച് ഹർത്താലിന്റെ അന്ന് പോലും നമ്മൾ പെരലിരിക്കൂല, അങ്ങനെയല്ലോ. രാത്രിക്കത്തെ ചോറെങ്കിലും കുട്ടികളൊപ്പം വയ്ക്കാൻ നമ്മക്കാർക്കും നേരമില്ല, അമ്മമാർക്കും നേരമില്ല, വാപ്പാർക്കും നേരമില്ല. രാത്രിക്കത്തെ ഭക്ഷണമെങ്കിലും കുട്ടികളൊപ്പം ഇരുന്ന് കഴിക്കുക. ഹർത്താലിന്റെ അന്നെങ്കിലും നാടൻ കോഴിനെ അറുത്തുങ്ങാണ്ട് കുട്ടികളെല്ലാരും കൂടി ഒന്ന് കൂടിയിരുന്നുങ്ങാണ്ട് തിന്നുക. അപ്പോ സ്കൂളിലെയും കോളേജിലെയും വിവരങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. ഏറ്റവും ചുരുങ്ങിയത് നമുക്കതൊന്നും കേൾക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോവാണ്. ഒന്നുകിൽ സംസാരം സ്വാധീനിക്കും, അല്ലെങ്കിൽ സംസ്കാരം സ്വാധീനിക്കും, അല്ലെങ്കിൽ ഒരു കുട്ടിയെ സ്വഭാവം സ്വാധീനിക്കും. ഇതാണ് 1ാം ഘട്ടം. പ്രശ്നമില്ലാത്തൊരു ഘട്ടമാണിത്.
ഒരു കുട്ടി നല്ല സംസാരമാണെന്ന് വേറെ കുട്ടിക്ക് തോന്നി എഴുതിയിട്ട് കുഴപ്പമൊന്നുമില്ല, പ്രശ്നമില്ലാത്തൊരു ഘട്ടമാണത്. തുടങ്ങണത് അവിടുന്നാണെന്നേ ഉള്ളൂ. ഒരു കുട്ടി നല്ല തടിയുള്ള കുട്ടിയാണ് എന്ന് മറ്റൊരു കുട്ടിക്ക് ഇഷ്ടമായി, അവന്റെ തടിയെ കൂടി കണ്ടപ്പോൾ ഇഷ്ടമായി. അല്ലെങ്കിൽ സ്കെൽറ്റാണ്, സിംബൂട്ടിയാണ്, അപ്പൊ ഭയങ്കര ഇഷ്ടമായി, കുഴപ്പമില്ല. ഒന്നാം ഘട്ടം എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല. ഇതിന്റെ ഒരു രണ്ടാം ഘട്ടമുണ്ട്, മുലാഖാത്ത് എന്ന് പറയുന്ന രണ്ടാം ഘട്ടമാണ്. മുലാഖാത്ത് എന്ന് പറഞ്ഞാല് ആദ്യം ഫിസിക്കൽ ശാരീരികമായ ഇഷ്ടം തോന്നിയ ആളെ ഇടയ്ക്കിടെ കാണാൻ താല്പര്യം തോന്നുന്നതാണ് മുലാഖാത്ത് എന്ന് പറഞ്ഞ രണ്ടാം ഘട്ടം. അതെങ്ങനെയാണ്? അത് പിന്നെ 9:35 ബസ്സിന് ഞാൻ പോണില്ല. ഞാൻ ഏതിനാ പോണത്? 9:45 ബസ്സിനാണ് ഞാൻ. ഏത് ബസ്സിനാ പോവാത്തത്? 9:35. 9:35 ബസ്സിന് ഞാൻ പോണില്ല. നമ്മളെ കുട്ടി പറയാണ് പേരിൽ വന്നിട്ട്, ഞാൻ 9:45 ഒരു ബസ്സുണ്ട്, തിരക്കുണ്ടാവില്ല, അതിലാണ് പോണത് എന്ന് പറയുകയാണെങ്കിൽ 9:35 ബസ്സിലില്ലാത്ത എന്താണ് 9:45 ബസ്സിലുള്ളത് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. തിരക്ക് മാത്രം പ്രശ്നമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അല്ല, ആ 9:35 ബസ്സിലെ തിരക്കിൽ നിന്ന് ഒഴിവാകാൻ നമ്മളെ കുട്ടിയെപ്പോലെ വേറെ ഒരു കുട്ടിയും ഉണ്ട് എങ്കിൽ അതൊന്ന് നോട്ട് ചെയ്യണം. ഇതാണ് മുലാഖാത്ത്, ഒന്നിച്ചിരിക്കാൻ താല്പര്യം. രണ്ടാം ഘട്ടമാണ് ഞാൻ ഈ പറയണത്. ഇത് സ്കൂളിട്ട് വരുമ്പോഴും ഉണ്ടാവും. നേരത്തെ വരിക അല്ലെങ്കിൽ നേരം വൈകി വരിക. ഞാൻ ഇന്ന് സ്കൂളിൽ പോണില്ല. എന്റെ കാര്യം പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ഞാൻ ഇന്ന് പോണില്ല. അല്ലെങ്കിലോ തലവേദനയാണ്, നമുക്ക് തോന്നി അങ്ങനെ ഒരു തലവേദന ഇല്ല എന്നും തോന്നി. എന്നാൽ ഒന്ന് ആലോചിക്കണം, ഇന്ന് സ്കൂൾക്ക് വരാത്തത് ആരൊക്കെ വേറുള്ളത് എന്ന്. ആ കുട്ടിയെ കുറിച്ച് നേരത്തെ സംസാരിച്ചിട്ടുണ്ടോ എന്നൊന്ന് നിരീക്ഷിക്കേണ്ടതാണ്. മുലാഖാത്ത് എന്ന് പറയുന്ന രണ്ടാം ഘട്ടമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസില് ഹുബ്ബിനെ കുറിച്ചുണ്ട്. നമ്മളെ മദ്രസയിലെ 5ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു, അഖ്ലാഖിൽ ഈ ഹദീസുണ്ട്. അഹ്ബിബ് ഹബീബക ഹൗനമ്മ അസാ അൻ യകൂന ബഗീദക യൗമമ്മ വഅബ്ഗിദ് ബഗീദക ഹൗനമ്മ അസാ അൻ യകൂന ഹബീബക യൗമമ്മ. അഹ്ബിബ് ഹബീബക, നിന്റെ ഹബീബിനെ നീ ഇഷ്ടപ്പെടണം. ഹൗനമ്മ, പാകത്തിന് ഇഷ്ടപ്പെട്ടാൽ മതി. അസാ അൻ യകൂന ബഗീദക യൗമമ്മ, എന്നെങ്കിലും ഒരിക്കൽ അവൻ നിന്റെ ശത്രുവായേക്കാം. വഅബ്ഗിദ് ബഗീദക, നിനക്കൊരാളോട് ദേഷ്യമുണ്ടെങ്കിൽ നീ അവനോട് ദേഷ്യപ്പെട്ടാൽ മതി. ഹൗനമ്മ, പാകത്തിന്. അസാ അൻ യകൂന ഹബീബക യൗമമ്മ, എന്നെങ്കിലും ഒരിക്കൽ അവൻ നിന്റെ സുഹൃത്തായേക്കാം. എത്ര സ്നേഹിക്കാൻ പാടില്ല, അതിന് കിട്ടും. എത്ര അടുപ്പുള്ള ആൾക്കാരാണെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും തെറ്റാൻ സാധ്യതയുണ്ട് എന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് സംസാരിക്കേണ്ടത്. എത്ര വലിയ ദേഷ്യമുള്ള ആൾക്കാരാണെങ്കിലും എപ്പോഴെങ്കിലൊക്കെ ഒന്ന് നന്നാവാൻ സാധ്യതയുണ്ട് എന്നത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ദേഷ്യം പ്രകടിപ്പിക്കേണ്ടത്. ഇഷ്ടം. ഞാൻ പറഞ്ഞതിലെ പ്രധാന ഭാഗം ഒന്ന് ആവർത്തിക്കണമെന്ന് സംഘാടകർ പറഞ്ഞു. ഞാൻ പറയുന്നത്, ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരാണ് ഒരു പെൺകുട്ടിനെ തട്ടിക്കൊണ്ടുപോവുകയാണ്. തട്ടിക്കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ ഏച്ചടപ്പ് പന്തിട്ടണമാതിരി ഇങ്ങനെ ഭയങ്കര തട്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകാന്നല്ല. പിന്നെ പുറത്ത് വന്നിട്ടൊന്ന് ഇങ്ങനെ തട്ടും, അപ്പോൾ കൂടെ ഇങ്ങനെ പോകും. അതാണ് തട്ടിക്കൊണ്ടുപോകലേ. അല്ലെങ്കിൽ ഒരു പെൺകുട്ടി വേറൊരു ചങ്ങായിയുടെ കൂടെ ഇറങ്ങി പോവുക. ഒരു ദിവസം നേരം വെളുക്കുമ്പോൾ 4 ദിവസം കൊണ്ട് നടക്കുന്ന ഒരു പരിപാടിയല്ല. 5 ഘട്ടങ്ങൾ കഴിഞ്ഞാണ് ഒരു പെണ്ണൊരാണിന്റെ കൂടെ പോകുന്നത്, അല്ലെങ്കിൽ ഒരാണൊരു പെണ്ണിനെ കൊണ്ടുവരുന്നത്.
ഒന്നാമത്തത് ഫസ്റ്റ് ഉണ്ടാകുക മുആയനത്ത് എന്ന് പറയുന്ന ഒരു ഘട്ടാണ്. മുആയനത്ത് എന്ന് പറഞ്ഞാൽ കാണുക, ഇഷ്ടപ്പെടുക. ഇതാണ് ആദ്യം ഉണ്ടാകുക. അത് തിരിച്ചറിയാനുള്ള വഴികളെ കുറിച്ച് ഞാൻ പറഞ്ഞു. നമ്മുടെ കുട്ടികൾ വീട്ടിൽ വന്ന് സംസാരിക്കുമ്പോൾ അവരുടെ സംസാരം ശ്രദ്ധിച്ചാൽ ഒന്നാം ഘട്ടമുണ്ടോ എന്ന് നമുക്ക് കിട്ടും. അതിനെന്ത് വേണമെന്നാ പറഞ്ഞത്? സംസാരം കേൾക്കാൻ വാപ്പാക്കും ഉമ്മാക്കും ഒഴിവ് വേണം എന്നാണ് പറഞ്ഞത്. അതിന് നമുക്ക് ആദ്യം ഒഴിവ് വേണം, കുട്ടികളെ വർത്താനൊന്നും കേൾക്കാൻ. ഒഴിവില്ലെങ്കിൽ എന്താ ഉണ്ടാകുക? ഒഴിവുള്ളവരോട് പറയും. നമ്മൾ ഈ ബസ്സിലും ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ഫോണിൽ ഇങ്ങനെ സംസാരിക്കണേക്കാം. അപ്പൊ അങ്ങനെ അടുത്തിരുന്നിട്ട് എന്താ പേര് പറഞ്ഞത് നോക്കിയാൽ മതി. എന്തേക്കാരം പറയാ, എന്നിട്ട് പിന്നെന്താ, എന്നിട്ട് വേറെന്തേലും ഉണ്ടോ, എന്നിട്ട് പിന്നെന്താ, ഇതാണ് ഈ അരമണിക്കൂർ പറയണേ. ശ്രദ്ധിച്ചോക്കൊണ്ടു നിങ്ങള്. ഈ എന്നിട്ട് പിന്നെന്താ, വേറെന്തേലും ഉണ്ടോ, എന്നിട്ട് പിന്നെന്താ, വേറെന്തേലും ഉണ്ടോ, ഇതാണ് അരമണിക്കൂർ പറയാനുള്ള സംഗതി. അത് കുട്ടികൾക്കൊക്കെ പറയാണ്ട് കേൾക്കാൻ വാപ്പി ഉമ്മയും തയ്യാറുണ്ടെങ്കിൽ മറ്റാരോടും പറയില്ല. എന്നിട്ട് പിന്നെന്താന്ന് വാപ്പാടും മാടും ഇങ്ങനെ ഒന്ന് പറഞ്ഞോളും. അവർ കേൾക്കാൻ തയ്യാറായാൽ മതി. കേൾക്കാൻ തയ്യാറില്ലെങ്കിലോ മീൻകാരനോ ഓട്ടോറിക്ഷക്കാരനോ തയ്യാറാവുമ്പോൾ അവരോട് എന്നിട്ട് പിന്നെന്താന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലാതെ ഇപ്പം ഇത്ര തോനെ നേരം പറയാനുള്ളത് എല്ലാ ദിവസവും 1 മണിക്കൂർ 2 മണിക്കൂർ ഇങ്ങനെ ഫോൺ ചെയ്തിട്ട് കൂടുതൽ പറയാനൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് വലിയ മാറ്ററൊന്നും ഉണ്ടാവില്ല. ഉള്ള മാറ്റർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് കേൾക്കാൻ വാപ്പി ഉമ്മയും തയ്യാറുണ്ടെങ്കിൽ വേറെ ആരോടും പറയില്ല. നമ്മൾ തയ്യാറില്ലെങ്കിൽ തയ്യാറുള്ളവരോട് പറയും. അതുകൊണ്ട് ആദ്യം വേണ്ടത് കേൾക്കാൻ തയ്യാറെടുക്കുക എന്നതാണ്. പ്രണയരോഗം തുടങ്ങുന്നത് ഫിസിക്കൽ അട്രാക്ഷൻ എന്ന് പറയുന്ന മുആയനത്തിലൂടെയാണ്. കാഴ്ചയിൽ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് ആദ്യം ഉണ്ടാകുന്നത്. മനുഷ്യന്റെ വിവരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിദാനങ്ങളാണ് ഒന്ന് കേൾവിയും മറ്റൊന്ന് കാഴ്ചയും. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. കലർത്തപ്പെട്ട ഇന്ദ്രിയത്തിൽ നിന്ന് മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. എന്നിട്ട് എന്തിനാണ് അവനെ സൃഷ്ടിച്ചത്? നബ്തലീഹി, പരീക്ഷിക്കാൻ വേണ്ടിയാണ്. പരീക്ഷയ്ക്ക് വേണ്ടി എന്താണ് അവനിൽ ഏർപ്പാട് ചെയ്തിട്ടുള്ളത്? ഫജഅൽനാഹു സമീഅൻ ബസീറ, അവനെ കേൾവിയുള്ളവനും കാഴ്ചയുള്ളവനും ആക്കി എന്നതാണ് പരീക്ഷിക്കാനുള്ള വസ്തു. അല്ലാഹു തആല നമ്മൾക്ക് മേത്ത് വെച്ചിട്ടുള്ള 2 ചോദ്യ പേപ്പറാണ്. ഒന്ന് കേൾവിയും മറ്റൊന്ന് കാഴ്ചയും. കേൾവിയെ ആദ്യം പറയാനുള്ള കാരണം എന്താണ്? കാഴ്ചയുടെ സാധ്യതയേക്കാൾ കേൾവിയുടെ സാധ്യത മുന്തി നിൽക്കുന്നു എന്നതാണ് ആദ്യം പറയാനുള്ള കാരണം. ഈ മതിലിന്റെ അപ്പുറത്തു നിന്നുള്ള ശബ്ദം കേൾക്കാം, പക്ഷെ കാണാൻ കഴിയില്ല. കേൾവിയുടെ സാധ്യത കാഴ്ചയുടെ സാധ്യതയേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് സംസാരത്തിൽ കേൾവിയുടെ സാധ്യതയാണ് ആദ്യം നോക്കേണ്ടത്. അപ്പൊ നമ്മളെ കുട്ടി വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ, എത്രാം ക്ലാസ്? 6ാം ക്ലാസ് ഉദാഹരണം, അല്ലെങ്കിൽ 7ാം ക്ലാസ്. 7ാം ക്ലാസ്സിലെ നമ്മളെ മോള് വന്നിട്ട് ഇങ്ങനെ പറയാണ്, എന്റെ ക്ലാസ്സില് എക്സ് എന്ന് പേരായ ഒരു കുട്ടിയുണ്ട്. എക്സ് എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. നല്ല തടിയാണ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നല്ല ഉഷാറുള്ള പാട്ടാണ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നല്ല സ്വഭാവമാണ് എന്ന് പറഞ്ഞു, എന്നും പുതിയ തുണിങ്കുപ്പായ എടുത്തിട്ട് വരും എന്ന് പറഞ്ഞു. ഇങ്ങനെ ആകർഷിക്കപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 1ാം ഘട്ടത്തിൽ അത് പ്രശ്നമല്ല. പക്ഷെ പ്രശ്നത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കണം. ഒരു കുട്ടിന്റെ പാട്ട് വേറെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ പ്രശ്നമല്ല. 1ാം ഘട്ടം എന്ന് പറയുന്നത് പ്രശ്നമല്ല. പക്ഷെ അത് പ്രശ്നത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന് നോക്കണം. ഒരു കുട്ടിയുടെ സ്വഭാവം വേറൊരു കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് പ്രശ്നമല്ല. ഒരു കുട്ടിയുടെ പെരുമാറ്റ രീതി മറ്റൊരു കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു എന്നത് പ്രശ്നമല്ല. പ്രശ്നത്തിലേക്ക് പോകുന്നത് 2ാം ഘട്ടത്തിലേക്കാണ്. ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കാൻ താല്പര്യം തോന്നുന്നതാണ് മുലാഖാത്ത് എന്ന് പറയുന്ന 2ാം ഘട്ടം. ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കാൻ വേണ്ടി താല്പര്യപ്പെടും. അതെങ്ങനെയൊക്കെയാണ്? അത് 2 തരത്തിലുണ്ടാവും. ഒന്നുകിൽ പോയിട്ടും മറ്റൊന്ന് പോകാതെയും ഉണ്ടാവും. അതായത് ഒരസുഖമില്ല, എനിക്ക് തലവേദനയാണ്, ഇന്ന് ഞാൻ പോണില്ല സ്കൂൾക്ക്. 7ാം ക്ലാസ്സിലാണ് കുട്ടി.
നേരത്തെ ഇങ്ങനെ പറയും ചെയ്തിട്ടുണ്ട്. 2-3 ദിവസം തുടർച്ചയായി ഒരു എക്സ് എന്ന കുട്ടിയെ കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു ദിവസം തലവേദന അഭിനയിച്ച് കുട്ടി സ്കൂളിൽ പോകുന്നില്ലെങ്കിൽ വാപ്പ അന്വേഷിക്കണം എക്സ് എന്ന കുട്ടി ഇന്ന് വന്നിട്ടുണ്ടോ ഇല്ലയോ സ്കൂളിലെ. കാരണം നമ്മൾ പറഞ്ഞ 2ാം ഘട്ടം മുലാഖാത്ത് എന്ന് പറഞ്ഞത് പോയിട്ടുമാകാം പോകാതെയും ആവാം, തുല്യമാവാനുള്ള ഒരു ശ്രമമാണ്. ആ തുല്യമാവാനുള്ള ഒരു ശ്രമം എന്ന് പറഞ്ഞത് ഒന്നുകിൽ പോയും കൊണ്ടാവും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം. സ്ഥിരമായി 9:35 ബസ്സിനാണ് പോയിരുന്നത്. ആ ബസ്സിൽ തിരക്കാണെന്നോ മറ്റോ കാരണം പറഞ്ഞിട്ട് നാളെ മുതൽ ഞാൻ 9:50 പോണത് എന്ന് പറയുമ്പോ 9:50 പോക്ക് മാറ്റിയ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നതും, നേരത്തെ ശബ്ദം ആകർഷിച്ചിരുന്നു, സ്വഭാവം ആകർഷിച്ചിരുന്നു, സംസ്കാരം ആകർഷിച്ചിരുന്നു എന്ന് പറഞ്ഞ കുട്ടിയും അതുപോലെ ചെയ്യുന്നുണ്ടോ എന്നും വാപ്പയും ഉമ്മയും നിരീക്ഷിക്കേണ്ടതുണ്ട്. വാപ്പിമ്മി ആകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്ന ദാതാവാണ്. എവിടുന്നാ രക്ഷിക്കുന്നത്? നരകത്തുനിന്നാ രക്ഷിക്കുന്നത്. കുറച്ച് പണിയുണ്ടാവും അതിന്, കുറച്ച് പണിയുള്ള കാര്യമാണ്. ഇത് നിരീക്ഷിക്കണം. 2ാം ഘട്ടത്തിലേക്ക് പോകുന്നുണ്ടോ നിരീക്ഷിക്കണം. 3ാം ഘട്ടമാണ് മുത്താബഅത്ത് എന്ന് പറയുന്ന ഘട്ടം. മുത്താബഅത്ത് എന്ന് പറഞ്ഞാൽ തുല്യമാവാനുള്ള ശ്രമമാണ്. തുല്യാവാനുള്ള ശ്രമം. പല വിഷയത്തിലും തുല്യമാവാൻ ശ്രമിക്കും. എങ്ങനെ തുല്യമാവാൻ ശ്രമിക്കുക? വെള്ളക്കുപ്പായം സ്ഥിരമായി ധരിച്ചിരുന്ന ആൾക്ക് പെട്ടെന്ന് കണ്ടുക്കണം നീലക്കുപ്പായത്തോടൊരിഷ്ടം. നീലക്കുപ്പായത്തെ ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിക്ക് പെട്ടെന്ന് കണ്ടുക്കണു ചുവപ്പ് കുപ്പായത്തിലേക്ക് ഇഷ്ടം മാറുന്നു. എന്നാ എങ്ങനെ ഈ മാറിയതെന്ന് നോക്കണം. തുല്യമാവാനുള്ള ശ്രമമാണ്. തുല്യമാവാനുള്ള ശ്രമമാണ്. 10ാം ക്ലാസ് വരെ പഠിക്കുമ്പോ SSLC കഴിഞ്ഞിട്ട് കൊമേഴ്സിന് പോകണമെന്നാണ് ഉണ്ടായിരുന്നത്. ഇടക്കാലത്ത് വെച്ചിട്ട് അത് ഹ്യൂമാനിറ്റീസിന് പോയാൽ മതി എന്ന് മാറുകയാണെങ്കിൽ ക്ലാസ്സിൽ വേറെ ആർക്കെങ്കിലും ഇങ്ങനെ മാറിയിട്ടുണ്ടോ നോക്കണം എന്ന് തുല്യമാവാനുള്ള ശ്രമമാണ് 3ാമത്തേത് മുത്താബഅത്ത്. 5 ഘട്ടങ്ങൾ കഴിയാതെ ഒരു കുട്ടിയും ചാടിപ്പോവില്ല, ഒരു കുട്ടിയും ചാടിപ്പോവില്ല. ഇതാണ് 3ാം ഘട്ടം. 4ാം ഘട്ടം എന്ന് പറയുന്നത് മുജാഹദത്ത് എന്ന ഘട്ടമാണ്. മുജാഹദത്ത് എന്ന് പറഞ്ഞാൽ പരിശ്രമമാണ്. പരിശ്രമം എന്ന് പറഞ്ഞാൽ ത്യാഗം ചെയ്യാനുള്ള സന്നദ്ധതയാണ് 3ാം ഘട്ടം ഉണ്ടാകുക. സ്കൂൾക്ക് പോകുമ്പോൾ സ്ഥിരമായിട്ട് ഓരോ പേനയെ കൊണ്ടുപോയിരുന്നത് പെട്ടെന്ന് കണ്ടുക്കണു 2ഉം 3ഉം പേനയിട്ട് പോകണു. എന്തിനാന്ന് ചോദിച്ചോ പറഞ്ഞു പേനയില്ലാത്ത ആർക്കെങ്കിലും എഴുതാൻ കൊടുക്കാലോ. കേൾക്കുന്നുണ്ടോ നിങ്ങള്? മുജാഹദത്താണത്, പരിശ്രമമാണ്. അങ്ങനെ മാത്രല്ല, സ്കൂളിട്ട് വന്നപ്പോ വേറൊരു കുട്ടിന്റെ നോട്ടീസ് കയറ്റി വന്നിട്ടുണ്ട്. എന്തിന്? എഴുതി കൊടുക്കാനേ. ത്യാഗം ചെയ്യാനുള്ള സന്നദ്ധത ആർക്ക് വേണ്ടി? ആദ്യം പറഞ്ഞ എക്സ് എന്ന കുട്ടിക്ക് വേണ്ടിയായിരിക്കണം. അപ്പൊ ഈ ഘട്ടങ്ങൾ കഴിഞ്ഞ് മുജാഹദത്ത് എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് അതെത്തിയിട്ടുണ്ടാവും. ഇങ്ങനെ വരിക. 5ാമത്തതാണ് മുലാബത്ത് എന്ന് പറയുന്ന ഘട്ടം. മുലാബത്ത് എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ കുട്ടിയുടെ ശരീരത്തിൽ ഒരു പ്രത്യേകമായ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. പ്രത്യേകമായൊരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. സ്നേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹോർമോൺ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഡോപ്പമിൻ എന്ന് പേരായ ഒരു ഹോർമോൺ ശരീരത്തിൽ. നമുക്ക് ദേഷ്യം ഉണ്ടാവുമ്പോൾ ശരീരത്തിൽ ഉണ്ടാവുന്ന ഹോർമോൺ ഉണ്ട്. അസൂയ ഉണ്ടാവുമ്പോൾ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളുണ്ട്. എന്നാൽ സ്നേഹമുണ്ടാകുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ഡോപ്പമിൻ എന്ന ഹോർമോൺ. ഡോപ്പമിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഡോപ്പമിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്തു എന്ന് തിരിച്ചറിയാനുള്ള വഴി എന്താ? ഞാനീ പറഞ്ഞത് നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചിരിക്കണം. ഡോപ്പമിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്താൽ ഡോപ്പമിൻ ഹോർമോണിന്റെ സാന്നിധ്യമുള്ള വസ്തുക്കളോട് പ്രിയം കൂടും. ഉദാഹരണം ചോക്ലേറ്റ്. ചോക്ലേറ്റിലാണ് ഡോപ്പമിൻ ഹോർമോൺ ഉള്ളത്. പ്രണയ ജോഡികൾ ചോക്ലേറ്റ് കഴിക്കുന്നതിന്റെയും ചോക്ലേറ്റ് കൈമാറുന്നതിന്റെയും പിന്നിലെ രഹസ്യം അതാണ്. ഓരോന്നിനും ഓരോ സംഗതികളുണ്ട്. ഭയങ്കര ദേഷ്യമുള്ള ഒരാളാണ്, പാരമ്പര്യമായിട്ട് തന്നെ ദേഷ്യമുണ്ട്. എന്നാൽ വീട്ടിൽ ചുവന്ന മുളക് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടാവും. കാരണം ചുവന്ന മുളകിൽ ആ സാധനമുണ്ട്. അതിന് മാറ്റിയിട്ട് പച്ചമുളകും ചീനമുളകും കുരുമുളകും ഇഞ്ചി ആക്കിയാലോ മെല്ലെ മെല്ലെ. ഒരു ദിവസം കൊണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ഒരു ദിവസം കൊണ്ടല്ലല്ലോ ഉണ്ടായത്, കുറെ കാലങ്ങളെ കൊണ്ടാണ് ഉണ്ടായത്. കുറെ കാലങ്ങളെ കൊണ്ട് അത് മാറിപ്പോവും. ഞാൻ ഈ വെറുതെ പറയുന്നല്ല,
ഭയങ്കര ദേഷ്യക്കാരൊക്കെ പെരേത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഭക്ഷണത്തിൽ ചുവന്ന മുളക് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടാവും. കാരണം ചുവന്ന മുളകിൽ ദേഷ്യപ്പെടുത്തുന്ന സാധനമുണ്ട്, എന്നാൽ ഇഷ്ടപ്പെടുത്തുന്ന സാധനമുള്ളത് കൊക്കപ്പഴത്തിലാണ്. 40,000 ടണ്ണ് കൊക്കപ്പഴമാണ് കൊക്കക്കോള കമ്പനി ഇന്ത്യയിൽ ഒരു വർഷം ഇറക്കുമതി ചെയ്യുന്നത്. കൊക്കക്കോളയിൽ ചേർക്കാൻ വേണ്ടി മാത്രം. അങ്ങനെ ഓരോ സാധനങ്ങളിലുണ്ട്. ഈ ഡോപ്പമിൻ ഹോർമോൺ ഏറ്റവും കൂടുതൽ അടക്കം ചെയ്തിട്ടുള്ള സാധനമാണ് ചോക്ലേറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ചോക്ലേറ്റിനോട് താല്പര്യം വരും. തിരിച്ചറിയാനുള്ള വഴികളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ സാധാരണയില്ലാത്ത ചോക്ലേറ്റിനോട് താല്പര്യം കൂടുതൽ വരുന്നുവെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ചോക്ലേറ്റ് എന്നതിനെ പറ്റിയല്ല ഈ പറഞ്ഞ കേട്ടോ. നഞ്ഞൊന്നു മുതൽ പെരേക്ക് പോകുമ്പോ ചോക്ലേറ്റ് വാങ്ങണ്ടെന്നൊന്നും തീരുമാനിക്കണ്ട. അതൊന്നും ഈ പറഞ്ഞതിന് അർത്ഥമല്ല. ചോക്ലേറ്റ് തിന്നാനും തിന്നാതിരിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. പ്രിയം കൂടുതൽ വരുന്നുവെങ്കിൽ ഡോപ്പമിൻ ഹോർമോണിന്റെ സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലാക്കണം. ഡോപ്പമിൻ ഹോർമോൺ വന്ന എന്താ? 6 മാസമാണ് ഡോപ്പമിൻ ഹോർമോണിന്റെ കാലാവധി. 6 മാസത്തിനിടയിൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാകും ഒരാളുടെ ശരീരത്തിൽ ഡോപ്പമിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്താൽ. 6 മാസം മുതൽ 1 വർഷം വരെ നീണ്ടു നിൽക്കും ഡോപ്പമിൻ ഹോർമോണിന്റെ കാലാവധി. ഏകദേശം ഒരു 8 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിയുന്നതോടുകൂടി ഡോപ്പമിൻ ഹോർമോൺ നിർവീര്യമായി തുടങ്ങും. നിർവീര്യമാകുമ്പോൾ എന്ത് ചെയ്യും? പ്രണയവിവാഹങ്ങൾ തെറ്റിപ്പിരിയും. അതുകൊണ്ടാണ് 99.5% പ്രണയവിവാഹങ്ങളും തെറ്റുന്നതിന്റെ കാരണം. ഞാനീ പറയുന്ന കാര്യങ്ങൾ നല്ലോണം മനസ്സിലാക്കി. ഇത് വിവാഹത്തിന്റെ ശേഷവും ഇങ്ങനെ തന്നെയാണ്. ഇത് പ്രണയത്തിൽ മാത്രമല്ല, കല്യാണശേഷവും ഇങ്ങനെ തന്നെയാണ് സംഭവം. ഒരാളൊരു പെണ്ണിനെ കല്യാണം കഴിഞ്ഞു കൊടുന്നു. കല്യാണം കഴിഞ്ഞു കൊടുത്താൽ അയാളുടെ ശരീരത്തിൽ ഡോപ്പമിൻ ഹോർമോൺ ഉണ്ടാവും. ഡോപ്പമിൻ ഹോർമോണിന് മാക്സിമം കാലാവധി 1 വർഷമാണ് കിട്ടുക, പരമാവധി 1 വർഷം കിട്ടുക. 1 വർഷം വരെ ഭാര്യയും ഭർത്താവും ജീവിച്ചിരുന്ന ആ രസവും ആ നീക്കുപോക്കും സംസാര രീതിയും 1 വർഷം കഴിഞ്ഞാൽ കിട്ടൂല. അപ്പൊ പിന്നെന്ത് ചെയ്യും? അപ്പോൾ പരിശുദ്ധമായ ശരീഅത്ത് നിയമങ്ങൾ വെച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യും. അവിടെയാണ് നിയമങ്ങൾ വെക്കുന്നത്. ഭാര്യയും ഭർത്താവും ഇങ്ങനെ ജീവിക്കേണ്ടത്, ഇങ്ങനെയേ ജീവിക്കാവൂ, ഇങ്ങനെ ജീവിക്കാൻ പാടില്ല എന്ന നിയമം കൊണ്ടുവരും. എന്നാൽ പ്രണയവിവാഹത്തിൽ ഈ നിയമം പ്രയോഗവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അത് തെറ്റിപ്പിരിയുന്നത്. നേരത്തെ തന്നെ ശരീഅത്തിന്റെ നിയമങ്ങൾ പാലിക്കേണ്ടി വരും എന്ന ധാരണയോടുകൂടെ കടന്നു വരുന്നതായതുകൊണ്ടാണ് വിവാഹ ജീവിതത്തിൽ ഡോപ്പമിൻ ഹോർമോൺ നിർവീര്യമായാലും വിവാഹം തെറ്റിപ്പിരിയാത്തതിന്റെ കാരണം. എന്നാൽ പ്രണയവിവാഹത്തിൽ കടന്നു വരുന്നത് നിയമമുണ്ടാവുമെന്ന് കരുതിയല്ല, എല്ലാ നിയമത്തെ തൊട്ടും സ്വതന്ത്രരാണ് എന്ന് കരുതിയാണ്. അത് 6 മാസത്തിന് ശേഷം പ്രതീക്ഷകൾക്കപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് അവർ തമ്മിൽ പിരിയും. വിവാഹ ജീവിതത്തിലും ഇത് തന്നെ സംഭവിക്കുന്നു. പക്ഷെ ശരീഅത്ത് നിയമം വെക്കുന്നു. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വല്ലർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. വത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി, ഏതൊരു അല്ലാഹുവിനെ കൊണ്ടാണോ നിങ്ങൾ ദുആ ചെയ്യുന്നത് ആ അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. വൽ അർഹാം, കുടുംബബന്ധത്തെയും നിങ്ങൾ സൂക്ഷിക്കണം. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ, അല്ലാഹു നിങ്ങളുടെ മേൽ നിരീക്ഷകനെ വെച്ച് നോക്കുന്ന കാര്യമാണ് കുടുംബജീവിതം. റഖീബിനെ നിശ്ചയിച്ചിട്ടുണ്ട് കുടുംബജീവിതത്തിൽ നിങ്ങൾ എങ്ങനെയാണ് നോക്കാൻ വേണ്ടിയിട്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു.